വെൽക്കം ബാക്ക് ടു ടീച്ചേഴ്സ് ഡയറി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ രണ്ടാമത്തെ ചാപ്റ്റർ ടി വി എന്ന ഒരു പട്കഥയായിരുന്നു. വരുൺ ഗ്രോവറാണ് ഈ തിരക്കഥ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇനി നാലാമത്തെ ചാപ്റ്ററായിട്ട് നാലാമത്തെ പാഠമായിട്ട് നമുക്ക് വരുന്നത് ഈ തിരക്കഥയുടെ കഥയാണ്, അതായത് കഹാനിയാണ്. അപ്പോൾ ടി വി എന്ന കഹാനി. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ആ ഒരു കഥ എന്താണെന്നുള്ളതാണ് നമുക്ക് ഈ നാലാമത്തെ പാഠമായിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ കഥയൊന്ന് വായിച്ചു നോക്കാം. ബാത് सिर्फ इतनी सी थी कि गोबू को टीवी देखना था और यही सोचकर तीनों निकल पड़े थे. ബാത് സിർഫ് ഇത്തിനി സീദിക്ക്, കാര്യം കേവലം ഇത്രമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സിർഫ് എന്ന് പറഞ്ഞാൽ കേവലം, ഇത്തിനി സീദിക്ക് ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഗോബുക്കോ ടി വി ദേഖ്നാഥ, ഗോബുവിന് ടി വി കാണണമായിരുന്നു. ദേഖ്നാഥ കാണണമായിരുന്നു. और यही सोचकर തീനോ നിക്കൽ പടേതെ, ഇത് തന്നെ ചിന്തിച്ചുകൊണ്ട് മൂന്ന് പേരും പുറപ്പെടുകയായിരുന്നു. നിക്കൽന പുറപ്പെടുക, സോച്ച്കർ ചിന്തിച്ചിട്ട് ആലോചിച്ചിട്ട്, യഹി സോച്ച്കർ ഇങ്ങനെ ഇത് തന്നെ ആലോചിച്ചിട്ട്, തീനോ മൂന്ന് പേരും നിക്കൽ പടേതെ പുറപ്പെടുകയായിരുന്നു. ഗോബു കാ ഗാവ് പഹാഡ് കെ ഉസ് തരഫ് ദ, ഗോബുവിൻ്റെ ഗ്രാമം പർവ്വതത്തിൻ്റെ അങ്ങേ ഭാഗത്തായിരുന്നു. ഉസ് തരഫ് എന്ന് പറഞ്ഞാൽ അങ്ങേ ഭാഗത്തായിരുന്നു. ജഹാം ടി വി നഹി ആത്താത, അവിടെ ടി വി എത്തിയിരുന്നില്ല. शाम को डूबने से पहले सूरज पहाड़ के सबसे ऊपर लगे उस बड़े से टावर की नोक पर कुछ पलों के लिए टिक जाता था. शाम को, शाम എന്ന് പറഞ്ഞാൽ സന്ധ്യാസമയം. സന്ധ്യാസമയത്ത് ഡൂബ്നെ സെ പെഹലെ, ഡൂബ്ന എന്ന് പറഞ്ഞാൽ മുങ്ങിത്താഴുക എന്നുള്ളതാണ്. ഇവിടെ ഡൂബ്ന എന്ന് ഉദ്ദേശിക്കുന്നത് സൂര്യൻ അസ്തമിക്കുന്നതിനെയാണ്. ഡൂബ്നെ സെ പെഹലെ അസ്തമിക്കുന്നതിന് മുൻപ്, പെഹലെ മുൻപ്, സൂരജ് സൂര്യൻ, പഹാഡ് കെ സബ്സെ ഊപ്പർ പർവ്വതത്തിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത്, ലഗെ മുകൾ ഭാഗത്ത് ഉറപ്പിച്ചിട്ടുള്ള, ഉസ് ബഡേസെ ടവർ ആ വലിയ ടവറിൻ്റെ, നോക്ക് പേ അഗ്രഭാഗത്ത്, കുച്ച് പലോം കേലിയെ, പലോം എന്ന് പറഞ്ഞാൽ നിമിഷങ്ങൾ, നോക്ക് എന്ന് പറഞ്ഞാൽ അഗ്രഭാഗം, ടവർക്ക് നോക്ക് പേ കുച്ച് പലോം കേലിയെ കുറച്ച് നിമിഷങ്ങൾ, ടിക് ജാത്താത നിന്ന് പോകുമായിരുന്നു. വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് അല്പനേരം പർവ്വതത്തിൻ്റെ ഏറ്റവും മുകളിൽ ഉറപ്പിച്ചിട്ടുള്ള ടവറിൻ്റെ അഗ്രഭാഗത്ത് നിമിഷങ്ങളോളം നിന്നു പോകുമായിരുന്നു. ഗോബുക്കോ പതദ കി ഉസി ടവർ സെ ടി വി ആത്താ ഹെ, ഗോബുവിന് അറിയാമായിരുന്നു ആ ടവറിൽ നിന്നാണ് ടി വി വരുന്നത് എന്ന്. वो टावर अभी हमारे गांव में टीवी नहीं देता, वरना चुन्नी के पिताजी ने तो बॉक्स और एंटीना दोनों खरीद लिए हैं. गोबू ने लल्लू को अपनी मां के लहजे में समझाते हुए कहा. वो ടവർ, ആ ടവർ, അബി ഹമാരെ ഗാവ് മേം ഇപ്പോൾ നമ്മുടെ ഗ്രാമത്തിൽ ടി വി നഹിം ദേത്ത ടി വി തരുന്നില്ല. വർണ്ണ ചുന്നിക്ക് പിതാജീനെ, ചുന്നിയുടെ അച്ഛനാണെങ്കിൽ, ബോക്സ് ഓർ ആൻറ്റിന ബോക്സിൽ പെട്ടിയും ആൻറ്റിനയും വാങ്ങിയിട്ടുണ്ട്. ഗോബു ലല്ലുവിനോട് പറയുന്നതാണ് ഈ കാര്യം. ഗോബു നെ ലല്ലുക്കോ അപ്നി മാം കെ ലഹ്സേ മേം സമझाते हुए ഹാ, ഇവിടെ ലഹസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചാരണ രീതി അല്ലെങ്കിൽ സംസാര രീതി. ഗോബു തൻ്റെ അമ്മയുടെ സംസാര രീതിയിൽ, അമ്മ പറയുന്ന പോലെ ആ ഒരു ശൈലിയിൽ ലല്ലുവിനോട് പറയുന്നതാണ് ഈ കാര്യം. ഗോബു കോ ഉസ്കെ ബാബാനെ പഹാഡ് കെ ഉസ് പാർ വാലെ ഗാവ് മേ ടി വി ദിഖായി ദി. ഗോബുക്കോ ഗോബുവിന്, ഉസ്കെ ബാബാനെ അവൻ്റെ അച്ഛൻ, പഹാഡ് കെ ഉസ് പാർ വാലെ ഗാവ് മേ പർവ്വതത്തിൻ്റെ അങ്ങേയറ്റത്തുള്ള ഗ്രാമത്തിൽ ടി വി ദിഖായി ദി ടി വി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗോപുവിനെ അവൻ്റെ അച്ഛൻ പർവ്വതത്തിന് അപ്പുറത്തുള്ള ഗ്രാമത്തിൽ കൊണ്ടുപോയി ടി വി കാണിച്ചിട്ടുണ്ട്. എവിടെയാണ് കൊണ്ടുപോയിട്ടുള്ളത്? അപ്നെ ദോസ്ത് മനോഹർ കെ ഘർ, തൻ്റെ സുഹൃത്തായ മനോഹറിൻ്റെ വീട്ടിൽ. ഗോപുനെ ഉസ് ടി വി മേം 26 जनवरी की പരേഡ് ദേഖി ദി. ഗോപു ജനുവരി 26-നുള്ള പരേഡ്
ടി വിയിൽ അന്ന് കണ്ടിട്ടുണ്ട്. ബഡി ബഡി തോപ്പേം നാച്തെ ലഡ്കെ ലഡ്കിയാം ജാങ്കിയാം और पता नहीं कहाँ से आती एक आवाज़ जो सारा दृश्य समझ रही थी. അന്ന് അവൻ കണ്ട കാഴ്ചകൾ ജനുവരി 26 റിപ്പബ്ലിക് ഡേയുടെ പരേഡാണ് അവൻ ആ ടി വിയിൽ കണ്ടിട്ടുള്ളത്. എന്തൊക്കെയാണ് അവൻ കണ്ടിട്ടുള്ള കാര്യങ്ങൾ? ബഡി ബഡി തോപ്പേം വലിയ വലിയ പീരങ്കികൾ, നാച്തേ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്ന, ലഡ്കെ ലഡ്കിയാം ആൺകുട്ടികളും പെൺകുട്ടികളും, ജാങ്കിയാം ജാങ്കിയാം എന്ന് പറഞ്ഞാൽ മനോഹരമായ കാഴ്ചകൾ, और पता नहीं അറിയില്ല പിന്നെ അറിയില്ല, കഹാസെ ആത്തി എവിടെ നിന്നോ വരുന്ന, എക് ആവാസ് ആവാസ് എന്ന് പറഞ്ഞാൽ ശബ്ദം, ഒരു എവിടെ നിന്നോ വരുന്ന ഒരു സ്വരം, ജോ സാരാ ദൃശ് സമജാ രഹീതി ആ സ്വരം ആ ശബ്ദം എല്ലാ ദൃശ്യങ്ങളെയും മനസ്സിലാക്കി തരുന്നുണ്ട്. കമൻട്രിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ അവൻ ടി വി സ്ക്രീനിൽ കാണുന്ന കാഴ്ചകൾ എന്തൊക്കെയാണോ അതിനെക്കുറിച്ച് വിവരിച്ചു കൊണ്ടിരിക്കുന്ന ശബ്ദം വരുന്നുണ്ട്. അത് എവിടെ നിന്നാണെന്ന് അറിയില്ല. ജാദു ദ ജാദു അതൊരു മായാജാലം തന്നെയായിരുന്നു, മായാജാലം. तो गोबू ने यह बात अपने दोस्त लल्लू को और लल्लू ने चुन्नी को बताई. ഗോപു ഈ കാര്യം തൻ്റെ സുഹൃത്തായ ലല്ലുവിനോടും ലല്ലു പിന്നീട് ചുന്നിയോടും പറഞ്ഞു. लल्लू और चुन्नी को दूसरे गांव जाकर टीवी देखने का गोबू का ഐഡിയ പസന്ത് ആയ. ലല്ലുവിനും ചുന്നിക്കും ഗോപുവിൻ്റെ ഐഡിയ ഇഷ്ടപ്പെട്ടു. എന്താണ് ഐഡിയ? അടുത്ത ഗ്രാമത്തിൽ പോയി ടി വി കാണുക എന്ന ഐഡിയ ഇഷ്ടപ്പെട്ടു. ജ്യാദ ദേർ നഹി ലഗേഗി ഒരുപാട് സമയമൊന്നും എടുക്കില്ല. ജ്യാദ ഒരുപാട്, ദേർ സമയം, നഹി ലഗേഗി ഒരുപാട് സമയം എടുക്കില്ല. ഇസ്കാ ഗോപു ഗോ അന്താസാദ ഇതിനെക്കുറിച്ചുള്ള ഗോപുവിൻ്റെ ഊഹം, അന്താസ ഊഹം അതായിരുന്നു. ഒരുപാട് സമയമൊന്നും എടുക്കില്ല അടുത്ത ഗ്രാമത്തിൽ പോയി ടി വി കണ്ടുവരാൻ. दोपहर को निकले तो शाम तक वापस आ जाएंगे. दोपहर എന്ന് പറഞ്ഞാൽ ഉച്ച, ഉച്ചയ്ക്ക്, ദോപഹർ കോ ഉച്ചയ്ക്ക്, നിക്കലേ തോ പുറപ്പെട്ടാൽ, ഷാം തക് വാപ്പസ് ആ ജായേങ്കെ വൈകുന്നേരമാകുമ്പോഴേക്കും തിരിച്ചു വരാം. ചുന്നി യഹ് ബാത് കിസി കോ ന ബതായെ ഇസ്ലിയെ ഗോബു നെ ഉസ്കോ ദോ മക്കോഡോം കി കസം ബി ഗിലായി. അപ്പോൾ ചുന്നി ഈ കാര്യം ആരോടും പറയാതിരിക്കാൻ, കിസിക്കോ ആരോടും, ന ബതായെ പറയാതിരിക്കാൻ, ഇസ്ലിയെ പറയാതിരിക്കാൻ വേണ്ടി എന്താ ചെയ്തത്? ഗോബുനെ ഉസ്കോ ദോ മക്കോഡോം കി കസം ബി ഗിലായി രണ്ട് മക്കോടകളെ അതായത് രണ്ട് ചെറിയ പുഴുക്കളെ പിടിച്ചുകൊണ്ട് അവനെ കൊണ്ട് കസം ഗിലാന എന്ന് പറഞ്ഞാൽ സത്യം ചെയ്യിക്കുക, അവളെ കൊണ്ട് സത്യവും ചെയ്യിച്ചു. ചുന്നിക്കോ മക്കോടെ ബഹുത് പസന്തേ. ചുന്നിക്ക് മക്കോടെ ഈ ചെറിയ പുഴുക്കളെ ബഹുത് പസന്തേ ഒരുപാട് ഇഷ്ടമായിരുന്നു. അവർ ഉനിക്ക് ജൂട്ടി കസം വോ കബി നഹി ഗാത്തി ദി അതുകൊണ്ട് തന്നെ അവരെ വെച്ചിട്ട് ഈ മക്കോടകളെ വെച്ചിട്ട് കള്ളസത്യം, ജൂട്ടി എന്ന് പറഞ്ഞാൽ കള്ളം, ജൂട്ടി കസം കള്ളസത്യം, വോ കബി നഹി ഗാത്തി ദി ഒരിക്കലും അവൾ കള്ളസത്യം ചെയ്യുമായിരുന്നില്ല. और यूं अपनी अपनी माओं के सोते ही तीनों टीवी वाले पहाड़ की तरफ निकल पड़े. അത് കഴിഞ്ഞ് എന്ത് ചെയ്തു? അപ്നി അപ്നി മാവും കി സോത്തേഹി അവരുടെ സ്വന്തം അമ്മമാർ ഉറങ്ങുന്ന സമയത്ത് തന്നെ തീനോ മൂന്ന് ടി വി വാലെ മൂന്ന് ടി വിക്കാരും പഹാഡ് കി തരഫ് നിക്കൽ പടേ അവർ പർവ്വതത്തിലേക്ക് നടന്നു തുടങ്ങി. बड़ी मुश्किल से पहाड़ चढ़कर उस पार पहुंचे ही देखी अचानक सामने बड़ी सी बस आ गई. വളരെ പ്രയാസപ്പെട്ട്, ബഡി മുഷിക്കിൽ വളരെ കഷ്ടപ്പെട്ട്, വളരെ പ്രയാസപ്പെട്ട്, ബഡി മുഷിക്കിൽ സെ വളരെ പ്രയാസപ്പെട്ട്, പഹാഡ് ചഡ്കർ പർവ്വതം കയറി, ചഡ്കർ ഉസ് പാർ പഹുഞ്ചേതേ മറുവശത്ത് എത്തിയിരുന്നു. കി അചാനക് പെട്ടെന്ന്, അചാനക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, സാമനെ ബഡി സി ബസ് ആ ഗയി മുന്നിൽ ഒരു വലിയ ബസ് വന്ന് നിന്നു. ചുന്നി തോ ആകെ നിക്കൽ ഗയി പർ ഗോബു ഔർ ലല്ലു ടഗേ സെ ഗഡേ രഹ് ഗയി. അപ്പോൾ ചുന്നിയാണെങ്കിൽ മുന്നിൽ പോയി, ചുന്നി മുന്നിൽ പോയി, റോഡ് കടന്ന് മുന്നിൽ പോയി. എന്നാൽ ഗോപുവും ലല്ലുവും അവിടെ നിന്ന് പോയി. ടഗേസെ ഗഡെ രഹ് ഗയെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചതി പറ്റിയ പോലെ, അതായത് അമളി പറ്റിയ പോലെ അവരവിടെ നിന്നുപോയി, റോഡിൽ നിന്നുപോയി. ബസ് വാലേനെ ജഡ്കേസെ ബ്രേക്ക് ലഗായി. ബസ് ഡ്രൈവർ ജഡ്കേസെ പെട്ടെന്ന് ബ്രേക്ക് ലഗായി ബ്രേക്ക് പിടിച്ചു.
और मुंह बागर निकालकर ഫട്കാരാബി. അത് മാത്രമല്ല മുഖം പുറത്തേക്കിട്ട് തല പുറത്തേക്കിട്ട് മുഖം പുറത്ത് കാണിച്ചിട്ട് ഫട്കാരാബി, അതായത് ഫട്കാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശകാരിച്ചു. അദ്ദേഹം അല്ലെങ്കിൽ ആ ഡ്രൈവർ ബസ്സിൽ നിന്ന് തല പുറത്തേക്കിട്ട് ഈ കുട്ടികളെ ശകാരിച്ചു. ചുന്നിനെ ബി മൗക്ക ദേക്കർ ടാങ് ലഗാതി. അപ്പോൾ ഈ അവസരം നോക്കി ചുന്നിയും അവരെ ശകാരിച്ചു. മൗക്ക എന്ന് പറഞ്ഞാൽ അവസരം, ദേക്കർ അവസരം മുതലാക്കിയിട്ട് അല്ലെങ്കിൽ ഈ അവസരത്തിന് തന്നെ ടാങ് ലഗാതി. ടാങ് ലഗാതി എന്ന് പറഞ്ഞാൽ ചുന്നിയും അവരെ ശകാരിച്ചു. ടാങ് ലഗാതി ശകാരിച്ചു. അവർ അബ് സേ ഹാത്ത് പക്കഡ്കർ സംഗ് ചലനെ കോ കഹ. എന്നിട്ട് പറഞ്ഞു ഇനി എല്ലാവരും കൂടെ ഒരുമിച്ച് കൈ പിടിച്ച് ഒരുമിച്ച് നടന്നാൽ മതി എന്ന് പറഞ്ഞു. मनोहर चाचा का गांव अब दूर नहीं था. पहाड़ों में रास्ता टूटना नहीं पड़ता, गुद बन जाता है. മനോഹർ ചിറ്റപ്പൻ്റെ വീട് അല്ലെങ്കിൽ മനോഹർ ചിറ്റപ്പൻ്റെ ഗ്രാമം അബ് ദൂർ നഹീംദ, ഇനി ഒരുപാട് ദൂരത്തല്ല. പഹാഡോമേ രാസ്ത ഡൂണ്ട നഹീം പഴുത്ത ഗുദ് ബൻ ജാത്താ ഹെ. അപ്പോൾ ഇനി അധികം വഴി അന്വേഷിച്ച് നടക്കേണ്ടി വരില്ല, വേഗം തന്നെ കണ്ടുപിടിക്കാം. ഗുദ് എന്ന് പറഞ്ഞാൽ സ്വയം എന്നാണ് അർത്ഥം. ദെൻ ഡൂണ്ടന എന്ന് പറഞ്ഞാൽ അന്വേഷിക്കുക, ഡൂണ്ടന അന്വേഷിക്കുക, രാസ്ത വഴി. गोबू को पता था कि इस मोड़ के दौड़ा आगे सब्जी मंडी है. ഗോബു കോ പതാദ, ഗോബുവിന് അറിയാമായിരുന്നു. ഇസ് മോഡ് കെ ദോഡ ആകെ, ഇസ് മോഡ് എന്ന് പറഞ്ഞാൽ വളവ്. ഈ വളവിൻ്റെ ദോഡ ആകെ, ഈ വളവിൻ്റെ കുറച്ച് മുന്നിലായി സബ്ജി മണ്ഡി ഹേ. സബ്ജി മണ്ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചക്കറി ചന്ത. അപ്പോൾ ഗോബുവിന് അറിയാമായിരുന്നു ഈ വളവിന് കുറച്ച് മുന്നിലായി പച്ചക്കറി ചന്തയുണ്ട്. उसी के पीछे वाले रास्ते से वो घर आता है जहाँ उसे टीवी के दर्शन हुए थे. उसी के पीछे वाले रास्ते से, അതിന് പുറകിലുള്ള വഴിയിലൂടെയാണ്, ആ വഴിയിലാണ് ഉസ് ഘർ ആത്താ ഹെ, ആ വീട് വരുന്നത്. എവിടെയാണ്, ഏത് വീടാണ്? ആ വീട്ടിലാണ് അവൻ TV കണ്ടിട്ടുള്ളത്. സബ്ജി മണ്ടിമേം ആജ് ബഹുത് ഭീഡ് തി. പച്ചക്കറി ചന്തയിൽ ഇന്ന് വളരെ തിരക്കായിരുന്നു. ചുന്നി ദോഡ ഡർ ഗയി, ചുന്നി കുറച്ചൊന്ന് പേടിച്ചു പോയി. गोबू ने उसका हाथ पकड़ लिया और उसे टीवी के जादू के बारे में बताने लगा. ഗോബു അവളുടെ കൈ പിടിച്ചു. ഗോബുവിനെ ഉസ്കാ ഹാത്ത് പക്കഡ് ലിയ, ഗോബു അവളുടെ കൈ പിടിച്ചു. ഔർ എന്നിട്ട് ഉസെ ടിവി കെ ജാദു കെ ബാരേമേം ബതാനെ ലഗ, എന്നിട്ട് അവളോട് ടിവിയുടെ മായാജാലത്തെക്കുറിച്ച്, കെ ബാരേമേം കുറിച്ച് എന്നാണ് അർത്ഥം, ടിവിയുടെ മായാജാലത്തെക്കുറിച്ച് ബതാനെ ലഗ പറയാൻ തുടങ്ങി. गोबू को मनोहर चाचा के घर की पहचान दी क्योंकि उसकी छत पर एक सुंदर सा लहराता एंटीना लगा हुआ था. അപ്പോൾ ഗോബുവിന് മനോഹർ ചിറ്റപ്പൻ്റെ വീട് തിരിച്ചറിയാമായിരുന്നു. കാരണം എന്താണ്? ഉസ്കി ഛത്ത് പർ, ആ വീടിൻ്റെ മേൽക്കൂരയിൽ, ഛത്ത് എന്ന് പറഞ്ഞാൽ മേൽക്കൂര, ഛത്ത് പർ എക് സുന്ദർ സ, മനോഹരമായ, ലഹരാത്ത അലയടിക്കുന്ന, ആൻറ്റിന ലഗാ ഹുവാദ, ആൻറ്റിന ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. पर यह क्या, इस सड़क की तो हर मुंडेर पर वैसे ही एंटीना था. गोबू ने एक दो घरों में झांक कर पहचानने की कोशिश भी की, लेकिन यहाँ तो सब घर भी एक से थे. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? പർ യഹ് ക്യാ, പക്ഷേ ഇതെന്താണ്? ഇസ് സടക്കി തോ ഹർ മുണ്ടേർ പർ, ഈ റോഡിൻ്റെ അപ്പുറത്തുള്ള, റോഡിൻ്റെ വശത്തുള്ള ഹർ മുണ്ടേർ പർ, ഓരോ പാരപ്പറ്റിലും വൈസേ ഹി ആൻറ്റിനാദ, അതേപോലുള്ള ആൻറ്റിനകളുണ്ടായിരുന്നു. ഗോബുവിനെ ഏക് ദോ ഘരോമേ ജാഗ് കർ പഹച്ചാനെ കി കോശിഷ് ബി കി, ഗോബു ആണെങ്കിൽ ഒന്നോ രണ്ടോ വീടുകളിൽ എത്തി നോക്കി തിരിച്ചറിയാനായിട്ടുള്ള പരിശ്രമവും നടത്തി. ജാങ്ക് കർ എത്തി നോക്കിയിട്ട്, പഹച്ചാന തിരിച്ചറിയുക, കോശിഷ് കർണ പരിശ്രമിക്കുക. അപ്പോൾ ഗോബു ഒന്ന് രണ്ട് വീടുകളിലേക്കൊക്കെ എത്തി നോക്കി തിരിച്ചറിയാനുള്ള പരിശ്രമമൊക്കെ നടത്തി. ലെക്കിൻ എന്നാൽ, യഹാം തോ സബ് ഗർബി ഏക് സേദേ, ഇവിടെ എല്ലാ വീടുകളിലും ഒരേപോലെയായിരുന്നു. ഔർ ആൻറ്റിന യഹി തോ ഉസ്കി നിശാനീതി, എല്ലാ വീടുകളുടെയും പാരപ്പറ്റിൽ തന്നെ ആൻറ്റിനകൾ ഉണ്ടായിരുന്നു, അതായിരുന്നു അവൻ്റെ അടയാളം. अब
ഗോബു കി ബി രുലായി ചുട്ട് ഗയി. ഇപ്പോൾ അബ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ. ഗോബു കി ബി ഗോബുവിനും രുലായി ചുട്ട് ഗയി പൊട്ടിക്കരഞ്ഞു പോയി. അവനും പൊട്ടിക്കരച്ചിലായി. ഉസേ രോത്താ ദേഖ് ചുന്നി ഔർ ലല്ലു ബി രോനെ ലഗെ. ഗോപു കരയുന്നത് കണ്ടിട്ട് ലല്ലുവും ചുന്നിയും കൂടെ കരയാൻ തുടങ്ങി. ബീച്ച് സഡക് മേം തീൻ ബച്ചോം കോ രോത്താ ദേഖ് തുരന്ത് ഹി ലോഗ് ജമാ ഹോ ഗയെ ഔർ സവാൽ ഏവം ദുലാർ ബർസാനെ ലഗെ. ഈ റോഡിൻ്റെ മധ്യഭാഗത്ത് ബീച്ച് സഡക് നടുക്ക് റോഡിൻ്റെ നടുക്ക് നിന്നിട്ട് തീൻ ബച്ചോം കോ രോത്താ ദേഖ് 3 കുട്ടികൾ കരയുന്നതായി കണ്ടപ്പോൾ തുരന്ത് പെട്ടെന്ന് ലോക് ജമാ ഹോ ഗയ അതായത് ആളുകൾ പെട്ടെന്ന് അവിടെ കൂടി. ഔർ സവാൽ ഏവം ദുലാർ ബർസാനെ ലഗെ. സവാൽ എന്ന് പറഞ്ഞാൽ ചോദ്യം, ദുലാർ എന്ന് പറഞ്ഞാൽ ലാളന. അവരോട് ആ 3 കുട്ടികളോടും ചോദ്യങ്ങളും അവരോടുള്ള സ്നേഹവും വർഷിക്കാൻ തുടങ്ങി. ബർസന എന്ന് പറഞ്ഞാൽ വർഷിക്കുക എന്നുള്ളതാണ് അർത്ഥം. അവരോട് ഒരുപാട് ചോദ്യങ്ങൾ അതുപോലെ അവരോടുള്ള സ്നേഹവും അല്ലെങ്കിൽ ലാളനയും ഒരുമിച്ച് അവിടെ കൂടി നിന്ന ആളുകൾ വർഷിക്കാൻ തുടങ്ങി. गोबू ने बताया कि वे लोग മനോഹർ ചാച്ചാ കെ ഘർ ടിവി ദേഖ്നെ ആയേ थे. അപ്പോൾ ഗോപു പറഞ്ഞു അവര് മനോഹർ ചാച്ചയുടെ വീട്ടിൽ ടി വി കാണാൻ വേണ്ടി വന്നതാണെന്ന്. ലേക്കിൻ യഹാം തോ സബ്കെ ഘർ ഹി ടി വി ഹെ. പക്ഷേ ഇവിടെയാണെങ്കിൽ എല്ലാവരുടെയും വീട്ടിൽ ടി വി ഉണ്ട്. ചുന്നിനെ കഹാ കി യെ ഗോബു കാ ഹി ഐഡിയ ദാ. അപ്പോൾ ചുന്നി വേഗം പറഞ്ഞു ഇത് ഗോപുവിൻ്റെ ഐഡിയ ആയിരുന്നു. ലല്ലു ने कहा कि उसे अब टीवी नहीं देखना घर जाना है. ലല്ലു പറഞ്ഞു എനിക്കിനി ടി വി കാണണ്ട, വീട്ടിൽ പോയാൽ മതിയെന്ന്. ജൽദി ഹി മനോഹർ ചാച്ചാ ബി ആ ഗയെ जो हैरान थे कि 3 छोटे बच्चे इतनी दूर से टीवी देखने आए हैं. അപ്പോൾ പെട്ടെന്ന് തന്നെ മനോഹർ ചാച്ചാ ബി ആ ഗയെ മനോഹർ ചാച്ചയും അവിടെ എത്തിച്ചേർന്നു. ജോ ഹൈറാൻ ദേ അദ്ദേഹം വളരെ അത്ഭുത സ്തബ്ധനായിരുന്നു, അദ്ദേഹം അത്ഭുതപ്പെട്ടിരുന്നു. കി എന്താണ് അത്ഭുതപ്പെട്ടിരുന്നത്? 3 ചോട്ടെ ബച്ചെ 3 ചെറിയ കുട്ടികൾ ഇത്തിനി ദൂർസെ ഇത്രയും ദൂരെ നിന്ന് ടി വി ദേഖ്നെ ആയേ ഹേം ടി വി കാണാനായിട്ട് വന്നിരിക്കുകയാണ്. തീനോം കെ ഘർ ഖബർ ഭിജ്വാ ദി ഗയി കി പരേശാൻ നാ ഹോം. അപ്പം 3 കുട്ടികളുടെയും വീട്ടിൽ വിവരം അറിയിച്ചു വിഷമിക്കേണ്ട എന്ന്. ഖബർ ഭിജ്വാ ദി എന്ന് പറഞ്ഞാൽ വിവരം അറിയിച്ചു. എന്തെന്നാണ് വിവരം അറിയിച്ചത്? പരേശാൻ നാഹോം വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ബാബാബി ആകെ ഗോപുവിൻ്റെ അച്ഛനും അവിടെ എത്തിച്ചേർന്നു. ഔർ തൈ ഹുവാ കി ആജ് ടി വി ദേഖ് കർ ഹി വാപ്പസ് ജായേങ്കെ. തൈ ഹോന തീരുമാനമുണ്ടാകുക, തൈ ഹുവ തീരുമാനിച്ചു, കി എന്താണെന്ന് വെച്ചാൽ ആജ് ഇന്ന് ടി വി ദേഖ് ടി വി കണ്ടിട്ട് ടി വി ദേഖ് ഹി ടി വി കണ്ടിട്ടേ വാപ്പസ് ജായെങ്കിൽ തിരിച്ചു പോകുന്നുള്ളൂ എന്ന് തീരുമാനിച്ചു. തീനോം ചാവ് സേ ബൈറ്റെ. അപ്പോൾ 3 പേരും അതിയായ ആഗ്രഹത്തോടുകൂടെ, ചാവ് സേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിയായ ആഗ്രഹത്തോടുകൂടെ ബൈറ്റെ ഇരുന്നു. और टीवी का बटन दबाया गया. टीवी बटन ഓണാക്കി. एक जादुई आवाज़ आई. ഒരു മാന്ത്രിക ശബ്ദം വന്നു. और बॉक्स के कांच पर हल्की सी रोशनी की हलचल हुई. ബോക്സ് കെ കാഞ്ച് പർ. ബോക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ടി വി ആണ്. കാഞ്ച് പർ, കാഞ്ച് എന്ന് പറഞ്ഞാൽ സ്ക്രീൻ. ബോക്സ് കെ കാഞ്ച് പർ ടി വിയുടെ സ്ക്രീനിൽ ഹൽക്കീസി രോഷ്നി കി ഹൽച്ചൽ ഹുയി. ഹൽക്കീസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരിയ, രോഷിനി പ്രകാശം, ഹൽച്ചൽ എന്ന് പറഞ്ഞാൽ കോലാഹലം. അതിനർത്ഥം എന്താണ്? പെട്ടിയുടെ സ്ക്രീനിൽ നേരിയ പ്രകാശത്തിൻ്റെ കോലാഹലം ഉണ്ടാവുകയും ചെയ്തു. ഗോബു കി ആങ്കേം ചൗഡി ഹുയി. ഗോപുവിൻ്റെ കണ്ണുകൾ വിടർന്നു. പർ തബി എന്നാൽ അപ്പോൾ ബിജിലി ചലി ഗയി എന്നാൽ അപ്പോൾ തന്നെ കറണ്ട് പോയി. ഗോബു കി ആങ്കേം ഗോപുവിൻ്റെ കണ്ണുകൾ ചൗഡി ഹുയി എന്ന് പറഞ്ഞാൽ വിടർന്നു. പർ തബി എന്നാൽ അപ്പോൾ ബിജിലി ചലി ഗയി. ബിജിലി എന്ന് പറഞ്ഞാൽ കറണ്ട് അല്ലെങ്കിൽ വൈദ്യുതി. ചലി ഗയി പോയി. അപ്പോൾ 3 പേരുടെയും വീട്ടിൽ വിഷമിക്കരുത് എന്ന വിവരമൊക്കെ അറിയിച്ചു. ഗോപുവിൻ്റെ അച്ഛനും വന്നെത്തി. ഇന്ന് ടി വി കണ്ടിട്ടേ മടങ്ങി പോകുന്നുള്ളൂ എന്ന് തീരുമാനിക്കുന്നു. 3 പേരും അതിയായ ആഗ്രഹത്തോടെ ടി വി കാണാനായിട്ടിരുന്നു. ടി വിയുടെ ബട്ടൺ അമർത്തി. ഒരു മാന്ത്രിക ശബ്ദം വരികയും പെട്ടിയുടെ സ്ക്രീനിൽ നേരിയ പ്രകാശത്തിൻ്റെ കോലാഹലം ഉണ്ടാവുകയും ചെയ്തു. ഗോപുവിൻ്റെ കണ്ണുകൾ വിടർന്നു എന്നാൽ അപ്പോൾ തന്നെ കറണ്ട് പോയി.